ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സീസണിൽ പുതിയ വള്ളിച്ചൂണ്ടൊക്കെ കിട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 100 ചൂണ്ടയാണ്. പക്ഷേ 100 ചൂണ്ടക്കുള്ള തീറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് 50 ഏകദേശം 55 തീറ്റയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 25 ചൂണ്ടയുടെ 2 വള്ളിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 വള്ളി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യത്തെ വള്ളിച്ചൂണ്ട കെട്ടാണ്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നല്ല മഴ വരുന്നുള്ളത് കൊണ്ട് നമ്മൾ കെട്ടുന്ന പോർഷൻ നമ്മൾ എടുക്കുന്നില്ല. നാളെ രാവിലെ നമ്മൾ നോക്കുന്നുള്ളൂ. മഴയായതുകൊണ്ട് നാളെ രാവിലെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറകൊണ്ട് പോയി നോക്കുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് കണക്കുള്ള മഴയാകാനാണ് സാധ്യത. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായിട്ട് ചൂണ്ട കെട്ടാൻ ഇറങ്ങുകയാണ്. അപ്പം നാളെ രാവിലെ കാണാം മീൻ കിട്ടുമല്ലോ എന്നുള്ളത്. മഴയുള്ളതുകൊണ്ട് മീൻ കിട്ടാനാണ് സാധ്യത. നമ്മൾ പരലാണ് കൊടുക്കുന്നത് കേട്ടോ, ഉരുളം പരൽ. ഇവിടെ ഇത് കെട്ടിയിട്ടുണ്ട് സ്ഥലത്തിൽ. കുടുക്ക് കിട്ടുന്നെങ്കിൽ സുഖം. മോർപ്പാളി അകത്തുണ്ട്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നാളെ കാണാം കേട്ടോ. മക്കളെ വിരിയോ കഴിച്ചിട്ടെ, അച്ഛനും ചിക്കനും കൂടെ വിരിയോ കഴിച്ചിട്ടെ. കേറിക്കോ ഗാഡി കയറിക്കോ. അച്ചു അനു വിരിയടിച്ചിട്ട് മഴ വരുന്നു. ചേച്ചി എന്തിയേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ കെട്ടിയ ചൂണ്ട നോക്കാൻ പോവാണ്. നേരെ അക്കരത്തെ ചൂണ്ട നമ്മൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോളയായിരുന്നു. കല്ലട മുട്ടിയാണെങ്കിൽ പോളയാണ് ഭയങ്കര വിഷയമായിരിക്കും. നമ്മൾ പരലാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചാൻസ് ഉണ്ട് പോള കയറിയാലും പോള എപ്പോഴെങ്കിലും മാറിയ സമയത്ത് മീൻ കിടന്ന് ഓടിയാൽ വാള അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കാൻ പോവാം. അക്കരെ നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് തെങ്ങ് ചെത്തുന്നതാണ്. ചെത്തുകാർ വരുന്നതിന് മുമ്പ് നമ്മളവിടെ ചെല്ലണം. അവരുടെ വള്ളം വന്നെടുക്കുമ്പോൾ അവരുടെ പൊക്കല്ലരെ കൊണ്ട് നമ്മുടെ ചൂണ്ടയുടെ റോപ്പ് പൊട്ടിക്കാനുള്ള സാധ്യത. നമ്മൾ പൊക്കിയാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കുറ്റി വേണ്ട അവിടെ തന്നെടാ. ഫസ്റ്റ് കുറ്റി റോപ്പ് വലിഞ്ഞ് നിൽക്കുക. വേണ്ട, നേരെ കുത്തനെ കാട്ടേക്കുന്നത്. പോള കയറി അല്ല തോന്നല്ലേ? അല്ലല്ല, കുറ്റി അങ്ങോട്ട് വലിക്കുന്നില്ല. അവിടെ മീൻ അമ്മേ, നമ്മൾ മറന്നുപോയ സാധനം നമ്മൾ ഓർപ്പിച്ച എന്നാന്നറിയാം. ഒരു വല എടുത്തിട്ടില്ല. മീനാണോ? എവിടെ ഉണ്ട് മീൻ? കാണാൻ പോയി റോപ്പ് വലിയുന്നുണ്ടോ? റോപ്പ് വലിയുന്നുണ്ട് മീനായിരിക്കും. റോപ്പ് വലിയിട്ടില്ല. ഓ ചെറിയ നല്ല ഉപ്പ് തട്ടിക്കറ്റ. ഉക്രീമൂർ അടിച്ചായിരുന്നോ? പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊരു ആദ്യത്തെ ചൂണ്ടയിൽ തന്നെ നമുക്കൊരു വാള കിട്ടിയിട്ടുണ്ട്. ഇത് ഊരാണ് പാട്. കാരണം ഇതിൻ്റെ തുമ്പ് ഭാഗം നല്ല കനമാണ്, നല്ല കട്ടിയാണ്. തുടക്കം അതിഗംഭീരമാണ്. പുറത്ത് പായലായതുകൊണ്ട്
ഒരു റോപ്പ് നമ്മൾ പാടത്തിനകത്താണ് കിട്ടിയിരിക്കുന്നത്. മുക്കാക്കിലേ ഉള്ളൂ കേട്ടോ. ഒരു വിലയാണോടാ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആറ്റിലെ ചൂണ്ട മാടിയിട്ട് നമുക്ക് ആ ഒരു വാള മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ പാടത്തിനകത്ത് കയറിയിട്ട് ചൂണ്ട മാടുകയാണ്. അങ്ങോട്ട് മാറി ഒരു കയർ അനങ്ങുന്നുണ്ട്. അത് എന്താണെന്നൊരു പിടിയില്ല. വലിപ്പത്തെ സംബന്ധിച്ച് ഒരു പിടിയില്ല. ചിലപ്പോൾ വരാലായിരിക്കാം, ചിലപ്പോൾ വാളയായിരിക്കാം. അനങ്ങുന്നുണ്ടോ? അത് കൊടുത്തിട്ട് മീൻ തന്നെ വാട തൊട്ടേ. ഇവിടെ കിടന്ന് വലിക്കുന്നതിൻ്റെ വലിയ അപ്പുറം കാണുന്നത്. ഇവിടെ കിടന്ന് വലിച്ചേണ്ടി തോന്നുന്നു. അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വാളയാണ് കിട്ടിയത്. 1/2 കിലോ തികയത്തില്ല ഈ വാള. നമ്മളെന്നാ എടുക്കണം ഇതിനെ? വളരാനാണ് വിളിക്കുന്നത്. അയ്യോ ആ ചൂണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടില്ല. അത് പരല് കൂടുന്നതാണ്. എല്ലാം തോന്നുന്നു. അതാ തീറ്റിയാണ്. ഈ ചൂണ്ട കിടന്ന് ആടുന്ന നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ തീറ്റിയുടെ ആക്ടിവിറ്റിയായിരുന്നു. പരൽ നമ്മൾ പറ്റിക്കപ്പെട്ടു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിരാശ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും മീൻ പിടിക്കുന്നതായിരിക്കും. അതായത് വെള്ളത്തിൻ്റെ ഇളക്കമൊക്കെ വരുന്ന സമയത്ത് ശരിക്കും മീൻ കിട്ടും. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. ഒരു വാള അത് കറിക്കുള്ളത് നമ്മൾ കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 പേരുടെ ഫാമിലിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിക്കുള്ള മീനുണ്ട്. ഇത് മേടിച്ച് കഴിക്കണമെങ്കിൽ നാലോചിച്ച് നോക്കി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് കേട്ടാ വീഡിയോ പലയിട്ടവർക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ട വല്ലോരം വരെ നമ്മളതിനാണ്.